അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, ജനതകൾ അങ്ങയുടെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കി, ഓരസ്ലേം അവർ വിജനമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ജനതകൾ അങ്ങയുടെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കി, ഓർസ്ലേം അവർ വിജനമാക്കി. അങ്ങയുടെ ദാസരുടെ മൃതശരീരങ്ങൾ പക്ഷികൾക്ക് ഭക്ഷണമായി കൊടുത്തു. അങ്ങയുടെ നീതിനിഷ്ഠരുടെ മാംസം വന്യമൃഗങ്ങൾക്ക് ആഹാരമാക്കി. ഓരസ്ലേമിൽ അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി. അവരെ സംസ്കരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസ വിഷയമായി, ചുറ്റുമുള്ളവർക്ക് നിന്ദനത്തിനും ആക്ഷേപത്തിനും പാത്രമായി. കർത്താവേ, എത്ര നാളങ്ങ് കോപിച്ചിരിക്കും? എന്നേക്കും അങ്ങയുടെ രോഷാഗ്നി കത്തിജ്വലിക്കുമോ? അങ്ങേ അറിയാത്ത ജനതകളിലും തിരുനാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളിലും അങ്ങയുടെ കോപം നിപതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞു, അവന്റെ വാസസ്ഥലം ശൂന്യമാക്കി. ഞങ്ങളുടെ പഴയ പാപങ്ങൾ ഓർക്കരുതേ. അങ്ങയുടെ കരുണാവേഗം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾ അത്യധികം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമത്തെ പ്രതി പാപപ്പൊറുതി നൽകണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എവിടെയാണ് നിങ്ങളുടെ ദൈവമെന്ന് ബന്ധിതന്റെ ആർത്തനാദം തിരുസന്നിധിയിലെത്തട്ടെ. അങ്ങയുടെ ശക്തമായ ഭുജത്താൽ മക്കളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി അവർക്ക് തിരിച്ചു കൊടുക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ജനവും മേച്ചിൽപ്പുറത്തെ അജഗണവുമാണല്ലോ. എന്നെന്നും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അങ്ങയുടെ അത്ഭുതങ്ങൾ തലമുറ തോറും അറിയിക്കും. ഇസ്രായേലിന്റെ ഇടയാൽ ശ്രവിക്കണമേ.
യോസേപ്പിനെ ആട്ടിൻപറ്റത്തെ പോലെ നയിക്കണമേ. ക്രോവേന്മാരുടെ മേൽ ആരൂഢനായിരിക്കുന്നവനെ അങ്ങ് പ്രത്യക്ഷനാകണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങയുടെ പ്രഭാവം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ അർത്ഥനയോട് എത്ര നാൾ അങ്ങ് കോപിച്ചിരിക്കും? അങ്ങ് അവരെ മിഴിനീരിൽ കുതിർന്ന അപ്പം തീറ്റി, അങ്ങ് അവരെ കണ്ണുനീര് കുടിപ്പിച്ചു. അയൽക്കാർക്ക് ഞങ്ങളെ നിന്ദാപാത്രമാക്കി, ശത്രുക്കൾ ഞങ്ങളെ പരിഹസിച്ചു. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. അങ്ങ് ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജനതകളെ നശിപ്പിച്ച് അത് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. അങ്ങ് അതിനെ കടാക്ഷിച്ചു. അത് വേരൂന്നി വളർന്നു, ഭൂതലമെങ്ങും നിറയുകയും ചെയ്തു. അതിന്റെ നിഴൽ കൊണ്ട് മലകൾ മൂടി, ശാഖകളാൽ ദേവദാരുക്കൾ മറിഞ്ഞു. അതിന്റെ വേരുകൾ സമുദ്രം വരെയും ചില്ലകൾ നദി വരെയും നീണ്ടു. അങ്ങ് എന്തിനാ അതിന്റെ വേലി പൊളിച്ച് വഴിപോക്കരെല്ലാം അതിനെ ചവിട്ടുന്നു? കാട്ടുപന്നി അത് തിന്നുന്നു, വന്യമൃഗങ്ങൾ അവിടെ മേയുന്നു. ശക്തനായ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. അങ്ങയുടെ വലത്തുകൈ നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടിയെ അങ്ങ് ബലപ്പെടുത്തിയവനെ സന്ദർശിക്കണമേ. അതിന്റെ ചില്ലകൾ ചുറ്റരിച്ചവനെ അങ്ങയുടെ ശാസനയാൽ നശിപ്പിക്കണമേ. അങ്ങയുടെ വലത്തുകരം അങ്ങ് ശക്തിപ്പെടുത്തിയവനിൽ ആയിരിക്കട്ടെ. ഞങ്ങൾ ഇനിമേൽ അങ്ങിൽ നിന്ന് മാറുകയില്ല. അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. തപ്പുകൾ എടുക്കുവിൻ. ഇമ്പമുള്ള കിന്നരങ്ങളും വീണയും മീട്ടുവിൻ. കറുത്തവാവിലും വെളുത്തവാവിലും തിരുനാളുകളിലും കാഹളം മുഴക്കുവിൻ. അത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവം തന്ന കൽപ്പനയുമാകുന്നു. യോസേപ്പ് ഈജിപ്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടുന്ന് അത് പ്രമാണമായി നൽകി. അറിയാത്ത ഭാഷ അവൻ ശ്രവിച്ചു. അവന്റെ തോളിലെ നുകം ഞാൻ ഇറക്കി വെച്ചു. കരങ്ങളുടെ ബന്ധനം അഴിച്ചു നീക്കി. അനർത്ഥ കാലത്ത് അവൻ എന്നെ വിളിച്ചു. ഞാൻ അവനെ രക്ഷിക്കുകയും ചെയ്തു. മഹത്തായ എന്റെ സംരക്ഷണത്തിൽ ഞാൻ അവനെ മറച്ചു. മെരീബായിലെ ജലാശയത്തിൽ അവനെ ഞാൻ പരീക്ഷിച്ചു. എന്റെ ജനമേ, ശ്രവിക്കുക, ഞാനിതാ സംസാരിക്കുന്നു. ഇസ്രായേലേ, നീ എന്നെ കേൾക്കുമെങ്കിൽ ഞാൻ നിനക്ക് സാക്ഷ്യം നൽകാം. നിനക്ക് അന്യദൈവമുണ്ടാകരുത്. അന്യദൈവത്തെ നീ ആരാധിക്കരുത്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഞാൻ കൊണ്ടുവന്നു. നീ വായി തുറന്നപ്പോഴെല്ലാം നിനക്ക് ഞാൻ ഭക്ഷണം നൽകി. എന്നിട്ടും എന്റെ ജനം എന്നെ ശ്രവിച്ചില്ല. ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അവർ തന്റെ ഇഷ്ടപ്രകാരം നടന്നു, സ്വന്തം താല്പര്യമനുസരിച്ചു. എന്റെ ജനം എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ, ഇസ്രായേലിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, ശത്രുക്കളെ ഞാൻ നശിപ്പിക്കുമായിരുന്നു. വൈരികൾക്കെതിരെ കരമുയർത്തുമായിരുന്നു. കർത്താവിന്റെ വഴികൾ അവിടുത്തെ നിരസിച്ചു. അവരുടെ പരിഭ്രമം നിത്യമായി തീർന്നു. മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിന്നെ പോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി നൽകുമായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് കർത്താവീശോ മിശിഹായേ നിൻ ശിഷ്യന്മാരാം 70 പേരും റൂഹായാലേ ശക്തി ധരിച്ചു ദൈവിക ജ്ഞാന വിഭൂഷിതരായി സ്ലീഹന്മാരുടെ ബോധന ശബ്ദം ധരയിലെങ്ങും കാഹളമായി. കളങ്കമില്ലേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. കർത്താവീശോ മിശിഹായേ നിൻ ആരാധകരാം അജവൃന്ദത്തിൽ ശിഷ്യഗണത്തിൻ പ്രാർത്ഥനയാലേ ശക്തി നിറയ്ക്കാൻ കനിവാകേണം. അവരേകിയത സന്ദേശങ്ങൾ ധ്യാനിക്കാൻ കഴിവേകിടേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവീശോ മിശിഹായേ നിൻ ശിഷ്യന്മാർ തൻ പാതയിലൂടെ അടിപതറാതെ നടന്നിടാനും മാതൃക നിതരാം പിന്തുടരാനും സഹനം മുതമൊടു കൈയേൽക്കാനും കരുണാപൂരം ചൊരിയണമെന്നും. കരുണാനിധിയാം കർത്താവേ നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം
അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവരുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവരുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും